നമ്മളോട് ആരെങ്കിലും വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവനാണോ അതോ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയിട്ട് സമ്പാദിച്ച് കൂട്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു വസ്തുക്കളാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ നിസ്സംശയം പറയും നമ്മൾക്ക് നമ്മളുടെ ജീവനാണ് വലുതെന്ന്. ഞാൻ എൻ്റെ ഒരു അനുഭവം നിങ്ങളോട് പറയാം. ഞാൻ ഒരിക്കൽ ഈറോഡ് പോകാനായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. ട്രെയിനിനകത്ത് കയറി യാത്ര ചെയ്യാൻ തുടങ്ങി. ട്രെയിൻ പതുക്കെ പുറപ്പെട്ടു തുടങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ പുറത്ത് നിന്നിട്ട് ഭയങ്കരമായിട്ട് നമ്മളെ അസ്വസ്ഥരാക്കുന്ന രീതിയിലുള്ള ഒരു ശബ്ദവും നിലവിളിയും ഒക്കെ ഞാൻ കേട്ടു. ഒരു സ്ത്രീയുടെ ശബ്ദമായിരുന്നു അത്. അയ്യോ ഓടിവായോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭയാനകമായ രീതിയിലായിരുന്നു അവരുടെ സൗണ്ട്. അപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു യാത്രക്കാരൻ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ചടുലമായ നീക്കത്തിൽ ട്രെയിനിൻ്റെ ചെയിനിൽ കയറി പിടിച്ചിട്ട് വലിച്ചു. അങ്ങനെ പതുക്കെ സ്റ്റാർട്ട് ചെയ്ത ട്രെയിൻ അപ്പം തന്നെ അവിടെ നിൽക്കുകയും ചെയ്തു. ഞങ്ങളെല്ലാവരും പുറത്തേക്ക് ഓടി. ഞാനും ഓടി ഈ പ്ലാറ്റ്ഫോമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഏകദേശം ഒരു 60 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ ഈ പ്ലാറ്റ്ഫോമിൻ്റെയും ട്രെയിനിൻ്റെയും ഇടയിൽ പതുക്കെ കുടുങ്ങി കിടക്കുന്നതാണ് കണ്ടത്. അവർക്ക് വലിയ അപകടമൊന്നും ഉണ്ടായിട്ടില്ല, രക്തമൊന്നും ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഒരു നമ്മളെ പേടിപ്പിക്കുന്ന ഒരു അപകടത്തിൽ നിന്നും അവരെ ദൈവം രക്ഷിച്ചു. അവിടെ ആളുകളെല്ലാവരും ഓടിക്കൂടിയിട്ട് പറഞ്ഞു, ചേച്ചി എന്താ വിവേകമാണ് നിങ്ങൾ ഈ കാണിച്ചത്, എന്തിനാണ് നിങ്ങൾ ഇത്രയും ധൃതി കാണിച്ചതെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ട്രെയിനിൽ കയറാനായിട്ട് വരുന്ന സമയത്ത് ഇന്ന് രാവിലെ ഞങ്ങൾ ഒരു കടയിൽ നിന്നിട്ട് ഒരു ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെരുപ്പായിരുന്നു അത്. അപ്പോൾ അതിട്ടിട്ട് ഞാൻ ട്രെയിനിലേക്ക് കയറുന്ന സമയത്ത് എൻ്റെ കാലിൽ നിന്ന് പെട്ടെന്ന് സ്ലിപ്പായിട്ട് അത് താഴത്തേക്ക് പോയി. അപ്പോൾ അതെടുക്കാനായിട്ട് ഞാൻ കുനിയുന്ന സമയത്താണ് ഈ ട്രെയിൻ പതുക്കെ മുന്നിലേക്ക് പോയത്. ആ ഒരു വെപ്രാളത്തിൽ എൻ്റെ ഈ സാധനം പോയ സങ്കടത്തിൽ, എനിക്കിഷ്ടപ്പെട്ടൊരു സാധനം പോയ സങ്കടത്തിൽ ഞാനത് എടുക്കാൻ പോയതാണ് എന്നാണ് അവർ പറഞ്ഞത്. നമുക്കിഷ്ടപ്പെട്ട ഒരു സാധനം നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് അവിടെ നമ്മുടെ ജീവൻ്റെ കാര്യം മറന്നു പോയൊരവസ്ഥയാണ് ചേച്ചിയിൽ ഉണ്ടായതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇതുപോലെ പല സന്ദർഭങ്ങളും നമ്മുടെ ജീവിതത്തിലൊക്കെ ദൈനംദിനം കടന്നു പോകുന്നുണ്ട്. നമ്മളുടെ ഏറ്റവും വലിയ അനുഗ്രഹമായ ഈ ജീവനും ഈ ശരീരവും വേണ്ട പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഇല്ല എന്ന് തന്നെയാണ് നമ്മൾക്ക് ഉത്തരം കിട്ടുക. ഈ കഴിഞ്ഞ ദിവസം വേറൊരു അനുഭവം ഉണ്ടായി. നമ്മുടെ എറണാകുളം ജില്ലയിലെ കാഞ്ഞിരമിറ്റം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു വണ്ടി ലെഫ്റ്റ് സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. പുറയിലേക്ക് വേറൊരു വണ്ടി വന്ന് അതിൽ പതുക്കെ ഇടിച്ചു. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയർത്ത് സംസാരിക്കുന്ന വാക്കേറ്റത്തിൻ്റെ ഒരു അവസ്ഥയുണ്ടായി. കാരണം രണ്ടുപേരും പണം കൊടുത്ത് വാങ്ങിച്ച രണ്ട് സാധനങ്ങളും രണ്ടു പേർക്കും ഒരുപാട് പ്രിയപ്പെട്ടതായിരുന്നു. അതിനേക്കാൾ മൂല്യമുള്ള രണ്ട് ശരീരങ്ങളാണ് അപ്പുറത്തും ഇപ്പുറത്തും എന്നുള്ളത് മറന്നിട്ട് ആണ് കാര്യങ്ങൾ ഇങ്ങനെ വഴക്കിലേക്ക് പോകുന്നത്. ഒരാൾക്ക് കുറച്ച് ദേഷ്യം വന്നു, അയാൾ പ്രകോപിതനായി മറ്റേയാളെ കൈ വീശി ഒരു അടി കൊടുത്തു. എന്താ സംഭവിച്ചത്? പെട്ടെന്ന് അയാൾ താഴെ വീണു, ബോധം കെട്ടു. അദ്ദേഹത്തെ ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. 2 ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം മരണപ്പെട്ടു. പെട്ടെന്നുള്ള ഒരു വെപ്രാളത്തിൽ, പെട്ടെന്നുള്ള ഒരു ദേഷ്യത്തിൽ വന്നിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളുടെ കയ്യിൽ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന നമ്മളുടെ വണ്ടി നമ്മളുടെ എതിർഭാഗത്ത് നിൽക്കുന്ന ആളുടെ ശരീരത്തെക്കാൾ, അയാളുടെ മറ്റ് മൂല്യത്തെക്കാൾ ഒക്കെ വലുതായിട്ട് ഈ ആൾക്ക് തോന്നിയിട്ടുണ്ടാകാം. നമ്മൾക്ക് കൂടുതൽ ഭൗതിക വസ്തുക്കളോടുള്ള പ്രണയത്തെക്കാൾ ജീവനുകളോടാകട്ടെ നമ്മളുടെ മൂല്യം എന്ന് ആഗ്രഹിക്കുന്നു. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.